ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. അമൂല്യമായ മനുഷ്യാവയവങ്ങൾ സഹജീവിയുടെ ജീവന് വേണ്ടി നൽകാൻ ആഹ്വാനം ചെയ്ത് ജീവൽദാനം പദ്ധതി ജനങ്ങളിലേക്ക് എത്തുകയാണ്. ജീവിതത്തിനും മരണത്തിനുമിടയിൽ കഴിയുന്നവർക്ക് മടങ്ങിവരവിന് പ്രതീക്ഷ നൽകുന്ന പദ്ധതിയിൽ ഓരോരുത്തരും പങ്കാളികളാക്കിക്കൊണ്ട് റോഡ് ഷോയും പുരോഗമിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും സഹജീവികൾക്ക് തുണയേകുന്ന പുണ്യകർമ്മത്തിൽ എല്ലാവരും പങ്കാളികളാകാമെന്ന പ്രതീക്ഷയോടെ പ്രധാന വാർത്തകളിലേക്ക്. അഴിമതിക്കാരനായ എളമരം കരീമിനെതിരെ അടിയന്തരമായി സിബിഐ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് ബിജെപിയും ആർഎംപിയും രംഗത്ത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഇനങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കം. പുതുതലമുറയുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ തുടങ്ങണമെന്ന് എം ടി വാസുദേവൻ നായർ. വാർത്തകൾ വിശദമായി. അനധികൃത ഖനനത്തിനെതിരെ മുൻ വ്യവസായ മന്ത്രി എളമരം കരീം നടത്തിയ അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ നടക്കുന്ന പ്ലീനം സമ്മേളനത്തിൽ സിപിഎം ചർച്ച ചെയ്യാൻ തയ്യാറാകുമോ എന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ. ഇതിൽ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സിബിഐയുടെ അന്വേഷണം ആവശ്യമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. പാലക്കാട് നടക്കുന്ന പാർട്ടി പ്ലീനം തെറ്റുതിരുത്തൽ ചർച്ച ചെയ്യാൻ വേണ്ടിയാണെന്നാണ് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ശുദ്ധീകരണ പ്രക്രിയയാണ് പാർട്ടിയിൽ നടക്കുന്നതെങ്കിൽ എളമരം കരീമിനെതിരെ പാർട്ടി തലത്തിൽ ഒരു അന്വേഷണം നടത്താൻ തയ്യാറാവുക. 52 പാർട്ടി മെമ്പർമാർ, കോഴിക്കോട് ജില്ലയിലുള്ള 52 പാർട്ടി മെമ്പർമാർ ഇത് സംബന്ധിച്ചുള്ള പരാതികൾ സിപിഎമ്മിന്റെ ജില്ലാ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. പാർട്ടി പ്ലീനത്തിൽ പങ്കെടുക്കുന്ന ഏരിയ സെക്രട്ടറിമാരും ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ഇക്കാര്യത്തിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവുമോ? സിപിഐഎമ്മിന്റെ പ്രഖ്യാപിത നയമാണോ ഇത്? ബെല്ലാരിയിലും മറ്റും നടക്കുന്ന ഖനന അഴിമതിക്കെതിരായി വാതോരാതെ പ്രസംഗിക്കുന്ന ആ പാർട്ടി ഈ അനധികൃതമായിട്ടുള്ള ഖനനത്തിന് ഒത്താശ ചെയ്തു കൊടുത്തത് പാർട്ടിയുടെ നയമാണോ ഇടതുമുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കണം എന്ന് ബിജെപി ആവശ്യപ്പെടുന്നു. കോടിക്കണക്കിന് രൂപയുടെ കോഴ ഇതിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സിബിഐ അന്വേഷണം ഇവിടെ അനിവാര്യമായി വന്നിരിക്കുന്നു. പക്ഷേ എല്ലാ കാര്യത്തിലുള്ളതുപോലെ ഒത്തുകളി ഈ കാര്യത്തിലും നടക്കുന്നുവെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പാർട്ടി പ്ലീനത്തിന്റെ ഉപശാല വൃത്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം, മുഖ്യമന്ത്രിക്കെതിരെ ഇടതുമുന്നണി പ്രഖ്യാപിച്ചിട്ടുള്ള ക്ലിഫ് ഹൌസ് ഉപരോധ സമരം, ആ ക്ലിഫ് ഹൌസ് ഉപരോധ സമരം ഒരു ദിവസത്തെ പ്രതീകാത്മക സമരമാക്കി മാറ്റാനുള്ള അണിയറ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആഭ്യന്തരമന്ത്രിയുമായി സിപിഎം നേതാക്കൾ നടത്തിയിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്കെതിരെ പ്രഖ്യാപിച്ചിട്ടുള്ള ക്ലിഫ് ഹൌസ് ഉപരോധം, അനിശ്ചിതകാല ക്ലിഫ് ഹൌസ് ഉപരോധം തുടരാൻ സിപിഐഎം തീരുമാനിച്ചിട്ടുണ്ടോ? അതല്ല ആ സമരത്തിൽ എന്തെങ്കിലും നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം ഈ കാര്യങ്ങളെല്ലാം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് സിപിഐഎമ്മും കോൺഗ്രസും തമ്മിലായിട്ടുണ്ട് എന്നാണ്. പുല്ലൂരാമ്പാറ ഉരുൾപൊട്ടലിന് ശേഷം മുഖ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതവും തെറ്റിദ്ധാരണാജനകവുമാണെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി. ദുരന്തഭൂമി സന്ദർശിച്ച അധികാരികൾ നൽകിയ മോഹന വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടാതെ ദുരന്തത്തിന്റെ ആഘാതം ഒരു വർഷത്തിനു ശേഷവും അനുഭവിക്കുകയാണ് പുല്ലൂരാമ്പാറ നിവാസികൾ. 8 ജീവനുകൾ ഉൾപ്പെടെ നാട് മുഴുവനും അപഹരിച്ച മലയോര മേഖല അഭിമുഖീകരിച്ച വലിയ ദുരന്തമായിരുന്നു പുല്ലൂരാമ്പാറയിൽ നടന്നത്. ദുരന്തത്തിന്റെ ആഘാതങ്ങൾ ഒരു വർഷത്തിനു ശേഷവും പേറുകയാണ് പുല്ലൂരാമ്പാറയിലെ ജനങ്ങൾ. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം
കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ്. 5 കോടിയുടെ വാഗ്ദാനങ്ങളാണ് ദുരന്തത്തിൽപ്പെട്ടവർക്കായി സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ കഷ്ടിച്ച് 1 കോടി മാത്രമേ ജനങ്ങളുടെ കൈകളിലെത്തിയിട്ടുള്ളൂ. കാർഷിക കടാശ്വാസ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ തുടങ്ങിയ നിരവധി കമ്മീഷനുകൾ ദുരന്തഭൂമി സന്ദർശിച്ച് വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ മോഹിപ്പിച്ചു. സ്ഥലം എംപിയും എംഎൽഎയും ഇക്കാര്യത്തിൽ ജനങ്ങളുടെ പക്ഷത്തില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രാഥമിക സഹായങ്ങൾ ഒഴികെ മറ്റൊരു പ്രഖ്യാപനങ്ങളും പാലിക്കപ്പെടാത്ത ഇപ്പോഴുള്ള സാഹചര്യത്തിൽ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെട്ടതായ വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ജനകീയ ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. വളർന്നുവരുന്ന കുട്ടികളിൽ കഥ എഴുതാനും കവിത എഴുതാനും താൽപര്യമുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ ആരംഭിക്കണമെന്ന് MT വാസുദേവൻ നായർ സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പുസ്തക പ്രകാശനവും സർഗസംവാദവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന അഭിജിത്ത്, S ശ്രീറാം എന്നിവർ ചേർന്നെഴുതിയ ലാസ്റ്റ് ബെഞ്ചിലെ കവിതകൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും സർഗസംവാദവും സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ഫാദർ KT ദേവസ്യയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി സാഹിത്യകാരൻ MT വാസുദേവൻ നായർ പുസ്തകം പ്രകാശനം ചെയ്തു. വളർന്നുവരുന്ന കുട്ടികളിൽ കഥ എഴുതാനും കവിത എഴുതാനും താൽപര്യമുള്ളവരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്നും പണ്ടുള്ളവർ എഴുതിയതിന്റെ അപ്പുറത്തേക്ക് എഴുതാനുള്ള ആർജവം കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണമെന്നും MT പറഞ്ഞു. സിനി ആർട്ടിസ്റ്റ് മാസ്റ്റർ ആദിത്യ K സതീഷ് MTയിൽ നിന്നും പുസ്തകം ഏറ്റുവാങ്ങി. ചടങ്ങിൽ ഫാദർ മാത്യു പുല്ലാട്ടി MTയെ പൊന്നാടി അണിയിച്ചു. ചിത്രകാരനും കവിയുമായ പോൾ കല്ലാനോട്, സ്കൂൾ പ്രധാന അധ്യാപകൻ MV ജോർജ്, PTA പ്രസിഡന്റ് ജൂഡ് സെക്വര, സ്റ്റാഫ് സെക്രട്ടറി തോമസ് മാത്യു എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് നടന്ന സർഗസംവാദത്തിൽ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് MT മറുപടി പറഞ്ഞു. ശ്രേഷ്ഠ ഭാഷാ പദവി ആദ്യം നമ്മളിൽ തന്നെ സ്വന്തം കൊണ്ടുവരണം, നമ്മുടെ ഭാഷയെ നമ്മൾ തന്നെയാണ് വളർത്തേണ്ടത് എന്ന സന്ദേശമാണ് MT കുട്ടികൾക്കായി നൽകിയത്. കേരള വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന കായികമേളയോടനുബന്ധിച്ച് 59ാമത് സ്കൂൾ ഗെയിംസിന്റെ ഗ്രൂപ്പ് 3 ഗെയിംസ് ഇനങ്ങൾ ആരംഭിച്ചു. വിവിധ സ്കൂളുകളിലായാണ് ഗെയിംസ് നടക്കുക. ഗെയിംസ് മത്സരങ്ങളുടെ ഉദ്ഘാടനം ദേശപോഷിണി ലൈബ്രറി ഹാളിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ ഗെയിംസിന്റെ ഗ്രൂപ്പ് 3 ഇനങ്ങളായ വോളിബോൾ, ക്രിക്കറ്റ്, ജൂഡോ, ലോൺ ടെന്നീസ്, ബോൾ ബാഡ്മിന്റൺ, ചെസ് എന്നിവയുടെ മത്സരങ്ങൾ 27ഉം 28ഉമായി കോഴിക്കോട് നടക്കും. തെക്കൻ വടക്കൻ മേഖലകളായി തിരിച്ചു നടത്തിയ മത്സരത്തിൽ ആദ്യ 3 സ്ഥാനങ്ങൾ നേടിയവരാണ് സംസ്ഥാന ഗെയിംസിൽ പങ്കെടുക്കുന്നത്. ബുധനാഴ്ച ജൂനിയർ വിഭാഗം കുട്ടികളുടെയും 28-ന് സീനിയർ വിഭാഗം കുട്ടികളുടെയും മത്സരം നടക്കും. ജൂഡോ മത്സരങ്ങൾ 14 ജില്ലകളിൽ നിന്നും മത്സരാർത്ഥികളുണ്ടാകും. വോളിബോൾ മത്സരങ്ങൾ GHSS പേരാമ്പ്രയിലും, ക്രിക്കറ്റ് വെള്ളിമാടുകുന്ന് JDTയിലും, ചെസ് സിൽവർ ഹിൽസ് HSSലും, ബോൾ ബാഡ്മിന്റൺ ഗവൺമെന്റ് പോളിടെക്നിക് വെസ്റ്റ് ഹില്ലിലും, ലോൺ ടെന്നീസ് കോസ്മോപൊളിറ്റൻ ക്ലബിലും, ജൂഡോ ദേശപോഷിണി ലൈബ്രറി ഹാളിലുമാണ് നടക്കുക. ഗെയിംസ് മത്സരങ്ങളുടെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP ഷീബ അധ്യക്ഷത വഹിച്ചു. കേരള ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി PA ഹംസ മുഖ്യാതിഥിയായിരുന്നു. കോഴിക്കോട് DDEN അഹമ്മദ്, സ്പോർട്സ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ചാക്കോ ജോസഫ്, ഡോക്ടർ മനോജ്, അജയ്കുമാർ P, K നസീർ, TM അബ്ദുറഹ്മാൻ, AK മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംബന്ധിച്ചു. ഫറൂഖ് തിരുച്ചിലങ്ങാടി പാലങ്ങോട്ട് ക്ഷേത്രാങ്കണത്തിൽ നിന്നും കൊയ്തെടുത്തത് ഐശ്വര്യത്തിന്റെ പൊൻകതിരുകൾ. ക്ഷേത്രത്തിൽ നടന്ന കൊയ്ത്തുത്സവം ഭക്തർക്കൊരു ആഘോഷമായിരുന്നു. ക്ഷേത്ര കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ കരനെൽ കൃഷിയിൽ 100 മേനിയാണ് വിളവ്. മൊടാമ്പലം എന്ന പാലക്കോട്ട് ഭഗവതി ക്ഷേത്രത്തിനു മുൻപിലെ 20 സെന്റ് ഭൂമി പാകപ്പെടുത്തിയാണ് വിശ്വാസികൾ കൃഷിയിൽ വ്യാപൃതരായത്. മാതൃസമിതിയുടെ സഹായത്തിനൊപ്പം കർഷക തൊഴിലാളികളുടെ സഹകരണം കൂടിയായതോടെ വിജയം പ്രതീക്ഷിച്ചതിലും അപ്പുറമായി. കരയിലും വയലിലും ഒരേപോലെ വിളയിക്കാവുന്ന അത്യുൽപാദന ശേഷിയുള്ള രോഹിണി ഇനം വിത്തുപയോഗിച്ചായിരുന്നു കൃഷി. കരയിലും വയലിലും ഒരുപോലെ വിളയിക്കാവുന്ന അത്യുൽപാദന ശേഷിയുള്ള രോഹിണി ഇനം വിത്തുപയോഗിച്ചായിരുന്നു കൃഷി. കമ്മിറ്റി ഭാരവാഹി അയിലാളത്ത് കൃഷ്ണന്റെയും കളത്തിങ്ങൽ തൊടി വേണുവിന്റെയും മേൽനോട്ടത്തിൽ തികച്ചും ജൈവരീതി അവലംബിച്ചായിരുന്നു ക്ഷേത്രവളപ്പിലെ നെൽകൃഷി. കൊയ്ത്തുത്സവം പ്രദേശത്തെ മുതിർന്ന കർഷക തൊഴിലാളി ഉണ്ണിയാലുങ്ങൽ ഓമന ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് കാട്ടുതൊടി വിജയൻ, സെക്രട്ടറി പാറക്കാട്ട് ഉണ്ണി, ആഘോഷ കമ്മിറ്റി ചെയർമാൻ PK ബാബു, കൺവീനർ U സുജിത്, മാതൃസമിതി ചെയർപേഴ്സൺ കടപ്പറമ്പിൽ ബേബി, കൺവീനർ എളാത്തിൽ സൌദാമിനി, K സുനിത എന്നിവർ നേതൃത്വം നൽകി. രാമനാട്ടുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് BM പുഷ്പ, പഞ്ചായത്ത് അംഗം K ചന്ദ്രഹാസൻ എന്നിവരും സന്നിഹിതരായിരുന്നു. ജില്ലാ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. The handcrafted collection by Kalyan Sarees.
അരയിടത്ത് പാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണൻ DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6-ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. മൈൻഡ് ഡയമണ്ട്സ് ഫ്രം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. വാർത്തകൾ തുടരുന്നു. മലയാള സിനിമയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ തിരക്കഥാകൃത്തുക്കളുടെ തിരക്കഥകളുമായി ഒരു പ്രദർശനം. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പ്രദർശനത്തിലാണ് മലയാള സിനിമയ്ക്ക് നാഴികക്കല്ലുകളായ തിരക്കഥകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ദൃശ്യപാഠങ്ങൾ എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനം തിരക്കഥാകൃത്ത് GS അനിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സിനിമയുടെ 100-ാം ആണ്ട് ആഘോഷിക്കുന്ന സമയത്ത് മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് വീണ്ടും ഒരു എത്തിനോട്ടം. മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഒരുക്കിയിരിക്കുന്ന പ്രദർശനത്തിലാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട മുഴുവൻ തിരക്കഥകളുടെയും സിനിമാ ഗ്രന്ഥങ്ങളുടെയും അപൂർവ ശേഖരണങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ലൈബ്രറിയും ഫിലിം ക്ലബ്ബും ചേർന്ന് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി സംഘടിപ്പിച്ച പ്രദർശനത്തിൽ മലയാള സിനിമയ്ക്ക് മഹത്തായ സംഭാവനകൾ നൽകിയ തിരക്കഥാകൃത്തുക്കളും സംവിധായകരുമായ അടൂർ ഗോപാലകൃഷ്ണൻ, MT വാസുദേവൻ നായർ, പത്മരാജൻ, ജോൺ പോൾ, ലോഹിതദാസ്, TV ചന്ദ്രൻ, ബ്ലെസ്സി, സത്യൻ അന്തിക്കാട്, T ദാമോദരൻ, TA ഷാഹിദ്, കമലഹാസൻ, ശ്രീനിവാസൻ എന്നിവരുടെ തിരക്കഥകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദൃശ്യപാഠങ്ങൾ എന്ന പേരിൽ ഒരുക്കിയ പ്രദർശനം തിരക്കഥാകൃത്ത് GS അനിലാണ് ഉദ്ഘാടനം ചെയ്തത്. സമൂഹത്തിനു മുന്നിൽ ശക്തിയാർജിച്ച സിനിമ എന്ന മാധ്യമത്തെ ഇന്ന് കാര്യപ്രാപ്തിയില്ലാതാക്കി തീർക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നാൽ കാലം അതിനെ തിരുത്തുന്നു എന്നതിന്റെ സൂചനയാണ് ഇത്തരം പ്രദർശനങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ പാവമണി മേരി ഗ്ലാഡിസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് ലൈബ്രറിയൻ ജോർജ് ജേക്കബ്, ഫിലിം ക്ലബ്ബ് കോർഡിനേറ്റർ M പ്രജില, ചെയർപേഴ്സൺ അനശ്വര എന്നിവർ സംസാരിച്ചു. സുനാമി ദുരന്തം വിതച്ചുപോയിട്ട് വർഷങ്ങളേറെയായെങ്കിലും കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ഗ്രാമത്തിലെ സുനാമി പുനരധിവാസികൾക്ക് ഇപ്പോഴും ശാപമോക്ഷം ലഭിച്ചിട്ടില്ല. കോളനിയിൽ താമസിക്കുന്ന പുനരധിവാസികൾക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ നൽകാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ചെങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ സുനാമി പുനരധിവാസികൾ താമസിക്കുന്ന കോളൂർക്കുന്ന് കോളനിയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ പോലും ഉറപ്പാക്കാൻ സർക്കാരിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സൌകര്യങ്ങൾ ഏർപ്പെടുത്താമെന്ന സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് നിവാസികൾ പറയുന്നു. സുനാമി ദുരന്ത ബാധിതർക്കു വേണ്ടി ചെങ്ങോട്ടുകാവിൽ നിർമ്മിച്ച 28 വീടുകളിൽ 20 എണ്ണത്തിന്റെ താക്കോൽദാനം നിർവഹിച്ചിരുന്നു. ബാക്കിയുള്ള 8 വീടുകൾ കാടുമൂടിയ അവസ്ഥയിലുമാണ്. 20 വീടുകളിൽ തന്നെ 4 വീടുകളിലെ ആൾക്കാർ ഇതിനകം ഒഴിഞ്ഞുപോയിട്ടുണ്ട്. പരിമിതമായ ഗതാഗത സൌകര്യങ്ങളും ജലദൌർലഭ്യതയും വൈദ്യുതി പ്രശ്നങ്ങളുമൊക്കെയാണ് ഇതിനു കാരണം. ജലനിധി പദ്ധതിയെയാണ് കോളനിവാസികൾ ജലത്തിനായി ആശ്രയിക്കുന്നത്. എന്നാൽ ജലനിധി പദ്ധതിയും കാര്യമായി പ്രവർത്തിക്കുന്നില്ല. 10 മാസത്തോളമായി കറന്റ് ബിൽ അടയ്ക്കാത്തതുകൊണ്ട് KCB അധികൃതർ പമ്പ് ഹൌസിന്റെ വൈദ്യുതി വിച്ഛേദിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഒരു മാസത്തിൽ 700ഓളം കറന്റ് ബിൽ വരുന്നതായും ഇവർ പറയുന്നു. ഒരു ഫാനും ഒരു ബൾബും മാത്രം പ്രവർത്തിക്കുന്ന വീടുകളിലാണ് 700 രൂപയോളം കറന്റ് ബിൽ വരുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി കലക്ടർക്കും മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും കോളനിവാസികൾ പരാതിപ്പെട്ടിട്ടുണ്ട്. സുനാമിയിൽ എല്ലാം നഷ്ടപ്പെട്ട തങ്ങൾക്ക് ഇനിയെങ്കിലും അടിസ്ഥാന സൌകര്യമുള്ള വീട്ടിൽ കഴിയാനാകുമെന്ന പ്രതീക്ഷയിലാണിവർ. ജീവിതത്തിലും മരണത്തിലും സഹജീവികൾക്ക് ജീവൻ പകരുന്ന പുണ്യകർമ്മം അവയവദാനം എന്ന മഹാദാനത്തിന്റെ സന്ദേശവുമായി ജില്ലാ പഞ്ചായത്തിന്റെ ജീവൽ ദാനം പദ്ധതിയുടെ റോഡ് ഷോ നാടും നഗരവും ഉണർത്തി പര്യടനം തുടങ്ങി. ലോക അവയവദാന ദിനത്തിന്റെ ഭാഗമായിട്ടാണ് റോഡ് ഷോ.
സ്നേഹ സന്ദേശയാത്രയ്ക്ക് കൊയിലാണ്ടി പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നൽകിയ സ്വീകരണ പരിപാടി കൊയിലാണ്ടി നഗരസഭാധ്യക്ഷ കെ ശാന്ത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്നേഹസ്പർശത്തിന്റെ ജീവൽദാന പദ്ധതിയിൽ പങ്കാളിയാവുക എന്ന മുദ്രാവാക്യമുയർത്തി ലോക അവയവ ദിനത്തിന്റെ ഭാഗമായി ജീവിക്കും മരണശേഷവും എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സ്നേഹ സന്ദേശയാത്രയ്ക്ക് കൊയിലാണ്ടി പുതിയ സ്റ്റാൻഡ് പരിസരത്ത് സ്വീകരണം നൽകി. 2011 കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ആരംഭിച്ച സ്നേഹസ്പർശം വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ലോക അവയവ ദിനത്തിന്റെ ഭാഗമായാണ് സ്നേഹ സന്ദേശയാത്ര നടത്തുന്നത്. നെസ്റ്റ് പാലിയേറ്റീവ് കെയറിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം കൊയിലാണ്ടി നഗരസഭാധ്യക്ഷ കെ ശാന്ത ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അവയവ ദിനത്തിന്റെ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സ്നേഹസ്പർശം വളണ്ടിയർമാർ ബോധവൽക്കരണം നടത്തി. കണ്ണുകൾ, വൃക്ക, കരൾ, ശ്വാസകോശം, ഹൃദയം, ഹൃദയവാൽവുകൾ, പാൻക്രിയാസ് ഗ്രന്ഥി, ത്വക്ക് എന്നീ അവയവങ്ങൾ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ ദാനം ചെയ്യാവുന്നതാണെന്ന് ജനങ്ങളെ അറിയിക്കുകയാണ് സന്ദേശയാത്രയുടെ ലക്ഷ്യം. ആർ പ്രമോദ്, അബ്ദുള്ള ഹാജി, സെയ്ദ് മുഹമ്മദ് ഹാജി തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. MT സുബൈർ ചാനലുകളിൽ കൂടി മുൻ വ്യവസായ വകുപ്പ് മന്ത്രി എളമരം കരീമിനെതിരെ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി. പരാജയ ഭീതി പൂണ്ട UDF മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരം ആരോപണങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെയുള്ള കള്ളപ്രചരണങ്ങൾ പിൻവലിച്ച് സുബൈർ മാപ്പ് പറയണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാക്കളുടെ അറിവോടും നിർദ്ദേശത്തോടും കൂടിയാണ് സുബൈർ ആരോപണം ഉന്നയിച്ചത്. പരാജയപ്പെട്ട UDF മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് മികച്ച വ്യവസായ മന്ത്രിയായിരുന്ന എളം കരീമിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്ന് CPIM തിരുവമ്പാടി ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ആരോപണം ഉന്നയിച്ച MT സുബൈർ സ്ത്രീ പീഡന കേസുൾപ്പെടെ പല കേസുകളിലും പ്രതിയാണെന്നും ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാൾ കരീമിനെതിരെ രംഗത്ത് വന്നാൽ അത് ജനം തള്ളിക്കളയുമെന്നും അവർ കൂട്ടിച്ചേർത്തു. താൻ നേരിട്ട് പണം നൽകിയെന്ന് ചാനലുകൾ കൂടി പ്രചരണം നടത്തിയ സുബൈർ ആരോപണം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നും അവർ പറഞ്ഞു. MSPL കമ്പനിക്ക് കോഴിക്കോട് ജില്ലയിലെ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലനിരകളിൽ ഇരുമ്പയിർ ഖനനത്തിന് അനുമതി നൽകിയ മുൻ വ്യവസായ മന്ത്രി എളമരം കരീമിന്റെ നടപടിയെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റി ആവശ്യപ്പെട്ടു. RMPയുടെ പ്രചരണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുകയും പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്യുന്നതിൽ നിന്നും CPM നേതൃത്വം പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടു. CPM പാർട്ടിയുടെ അഴിമതിക്കും അതുപോലെ കേഡർമാരുടെ കമ്മ്യൂണിസ്റ്റ് മൂല്യത്തിലേക്കുമെതിരെ സംഘടനാ പ്രമേയമാണ് ഈ മൂല്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. എളമരം കരീം പോലെ ഒരാൾ നയിക്കുന്ന പാർട്ടിക്ക് എത്ര പീഡനം നടത്തിയാൽ അഴിമതിക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഈ പീഡനം നടക്കുന്ന അവസരത്തിൽ തന്നെയാണ് കരീമിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ അഴിമതി ആരോപണം പുറത്തുവരുന്നത്. MSPL കമ്പനിക്ക് കോഴിക്കോട് ജില്ലയിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളിൽ ഖനനത്തിന് അനുമതി നൽകിയ എളമരം കരീമിന്റെ നടപടികളിൽ CBI അന്വേഷണം നടത്തണമെന്ന് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടു. ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിലായി 750 ഹെക്ടറിലാണ് ഖനനത്തിന് അനുമതി നൽകിയത്. കേരളത്തിൽ ഭൂമാഫിയയ്ക്കും ക്വാറി മാഫിയയ്ക്കും അടിത്തറയിടുന്ന ജോലികളാണ് വ്യവസായ മന്ത്രിയായിരിക്കെ എളമരം കരീം നിർവഹിച്ചത്. ഇത്തരം നടപടികൾക്ക് UDFും കൂട്ടുനിൽക്കുന്നത് പരിഹാസ്യമാണ്. അഭിമാനമുണ്ടെങ്കിൽ പാർട്ടി പ്ലീനം നടക്കുന്ന ഈ വേളയിൽ അഴിമതിക്കെതിരെയുള്ള നടപടികൾ CPM നേതൃത്വം കൈക്കൊള്ളണമെന്നും RMP ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജില്ലാ വാർത്തകളിൽ മറ്റൊരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ലോകത്തിന്റെ ഏത് കോണിലും നമ്മൾ ഇന്ത്യക്കാരുണ്ടാകും. നമ്മുടെ വേറിട്ട സംസ്കാരങ്ങളുണ്ടാകും. ആ സംസ്കാരത്തിന് പ്രൗഢിയേകുവാൻ പട്ടിലെ സൃഷ്ടികളുണ്ടാകും. അവയ്ക്ക് ആരാധകരുണ്ടാകും. ഒരു നൂറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ അഭിമാനമായ പട്ടിന് പേരൊന്നേയുള്ളൂ, കല്യാൺ സിൽക്സ്. കല്യാൺ സിൽക്സ്, ഇതിലും നല്ല പട്ട്
സ്വപ്നങ്ങളിൽ മാത്രം. 14 ഷോറൂമുകൾ, 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഷോറൂം ശൃംഖല. വാർത്തകൾ തുടരുന്നു. സ്ത്രീധന വിരുദ്ധ ഗാർഹിക പീഡന നിരോധന ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ദേവഗിരി കോളേജ് സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ മദ്യപാനത്തിനും ഗാർഹിക പീഡനത്തിനുമെതിരായി മാനാഞ്ചിറ മൈതാനിയിൽ തെരുവ് നാടകം സംഘടിപ്പിച്ചു. സ്ത്രീധന വിരുദ്ധ ദിനം ഗാർഹിക പീഡന നിരോധന ദിനത്തിന്റെ ആഭിമുഖ്യത്തിൽ അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ആക്ടിവിറ്റീസ് ഓഫ് ദേവഗിരി ആസ്വാദിന്റെ ബാനറിൽ സെന്റ് ജോസഫ് കോളേജ് ദേവഗിരിയിലെ സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികൾ മദ്യപാനത്തിനും ഗാർഹിക പീഡനത്തിനുമെതിരായി മാനാഞ്ചിറയിൽ തെരുവ് നാടകം അവതരിപ്പിച്ചു. ദേവഗിരി കോളേജ് MSW വിഭാഗം മേധാവി ബിനോയ്, സ്നേഹ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഇപ്പം കഷ്ടപ്പാട് അനുഭവിക്കുന്നത് കുട്ടികളും സ്ത്രീകളും അത് മിക്കവാറും വീടുകളിലുള്ള മദ്യം ഗൃഹനാഥന്മാരായിട്ടുള്ളവർ മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കുക. ഇത്രയും യുവത്വം ഉള്ള ആൾക്കാർ ഇതിനെതിരെ പ്രതികരിച്ചാൽ മാത്രമേ സമൂഹത്തിന് ഇതിനോടൊരു അവയർനെസ് ഉണ്ടാവുന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത്. വിപിൻ മേനൽ, ഹെൻറി, ഷിബിൻ, ജോത്സ്ന, അർഷിത എന്നിവർ നാടകത്തിന് നേതൃത്വം നൽകി. ട്രെയിനർ സിജോയുടെ നേതൃത്വത്തിലാണ് അവതരണത്തിന് സജ്ജമാക്കിയത്. ചക്കിട്ടപ്പാറയിൽ ഖനനത്തിന് അനുമതി നൽകി എളമരം കരീം 5 കോടി രൂപ കോഴ വാങ്ങിയെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതിൽ പങ്കാളിത്തമുള്ള എളമരം കരീം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണമെന്നും ലീഗ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. ചക്കിട്ടപ്പാറ വനമേഖലയിൽ ഖനനത്തിന് അനുമതി കൊടുത്ത് 5 കോടി കോഴ വാങ്ങിയ എളമരം കരീം MLA രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. കോട്ടറോഡ് പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം കിഡ്സങ്കോറ പരിസരത്ത് സമാപിച്ചു. യൂത്ത് ലീഗ് കോഴിക്കോട് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് ചെലവൂർ ഉദ്ഘാടനം ചെയ്തു. TPM ജിഷാൻ, NP ഷാജഹാൻ, ഷിബിൻ വരിക്കോളി, ലിജിനൂഷ്, സാബിത്ത് എന്നിവർ നേതൃത്വം നൽകി. ചെറുവണ്ണൂർ രംഗവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദേശസ്നേഹ സംഗമത്തിൽ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ഉണ്ണികൃഷ്ണൻ അനുസ്മരണം നടത്തി. ചെറുവണ്ണൂർ മധുര ബസാർ അങ്ങാടിയിൽ നടന്ന സംഗമം രംഗവേദി പ്രസിഡന്റ് മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറുവണ്ണൂർ രംഗവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ദേശസ്നേഹ സംഗമത്തിൽ മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ അനുസ്മരണം നടത്തി. ചെറുവണ്ണൂർ മധുര ബസാർ അങ്ങാടിയിൽ നടന്ന സംഗമം രംഗവേദി പ്രസിഡന്റ് മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മൊയ്തീൻ കോയ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേണൽ PK.TV പണിക്കർ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. നജീബ്, പ്രമോദ് ഐക്കരപ്പടി, ജയകൃഷ്ണൻ, പ്രജിത്ത് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ഹിന്ദി ഭാഷാ ശാസ്ത്ര സാഹിത്യ രചനാ മത്സര വിജയികൾക്കും എക്സലൻസ് അവാർഡ് വിന്നർ ജോൺ കടലുണ്ടിക്കും ജയരാജൻ ഉപഹാര സമർപ്പണം നടത്തി. എഴുത്തുകാരുടെ സംഘടനയായ കേരള സാഹിത്യ സമിതിയുടെ വാർഷിക സമ്മേളനം MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തു. അളകാപുരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അടയാളം എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മവും നടന്നു. പുതിയ കാലത്ത് എഴുത്തുകാർ നേരിടുന്ന സൈബർ ആക്രമണം നേരിടാൻ സംവിധാനമുണ്ടാവണമെന്ന് MT വാസുദേവൻ നായർ. ബ്ലോഗിലും മറ്റും സാഹിത്യരചനകൾ നിയമം ലംഘിച്ച് വിപണനം നടത്തുന്നത് തടയാൻ പ്രായോഗികമായിട്ടില്ലെന്നും എഴുത്തുകാർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എഴുത്തുകാരുടെ സംഘടനയ്ക്ക് സാധിക്കണമെന്നും MT പറഞ്ഞു. എഴുത്തുകാരുടെ സംഘടനയായ കേരള സാഹിത്യ സമിതിയുടെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഈ സൈബർ നിയമങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല എന്നാണ് എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള. അതുകൊണ്ട് ഞാൻ കേസിനൊന്നും പോയിട്ടില്ല. പക്ഷെ ഇനി അതൊക്കെ എന്റെ പ്രൊഫസർമാർ ചെയ്യട്ടെ. അളകാപുരിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ P. വത്സല അധ്യക്ഷത വഹിച്ചു. KG രഘുനാഥ് രചിച്ച കേരള സാഹിത്യ സമിതിയുടെ അരനൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന അടയാളം MT പ്രകാശനം ചെയ്തു. C. ശാന്തകുമാരി ഏറ്റുവാങ്ങി. VR സുധീഷ്, KG രഘുനാഥ്, ഡോക്ടർ KV തോമസ്, PP ശ്രീധരനുണ്ണി, കാസിം വാടാനപ്പള്ളി എന്നിവർ സംസാരിച്ചു. ഇനി സ്പോർട്സ് വാർത്തകളിലേക്ക്. ഫിഷർ ട്രോഫിക്കായുള്ള സെന്റ് ജോസഫ് ദ്വൈശതാബ്ദി സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ മാവൂർ GHSS ക്വാർട്ടറിലെത്തി. കടത്തനാട് രാജ HSS പുറമേരിയെ തോൽപ്പിച്ചാണ് ക്വാർട്ടറിലെത്തിയത്. ടൂർണമെന്റ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ A. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് T. ജയരാജ് അധ്യക്ഷം വഹിച്ചു. കൌൺസിലർ P. കിഷൻ ചന്ദ്, സ്കൂൾ മാനേജർ ഫാദർ മാത്യു പുല്ലാട്ട്, ഹെഡ്മാസ്റ്റർ MV ജോർജ്, ഡയറക്ടർ ഫാദർ തദ്ദേവോസ്, പ്രിൻസിപ്പൽ KT ദേവസ്യ, K. രാംദാസ്, LA ഗ്ലാഡ്വിൻ, AC ഫ്രാൻസിസ്, K. അബൂബക്കർ, G. ഗിൽബർട്ട്, BP ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു. ബുധനാഴ്ച നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചേലാമ്പ്രയും ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരും തമ്മിൽ ഏറ്റുമുട്ടി.
വൈകിട്ട് നടന്ന മത്സരത്തിൽ ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഇമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിയവും ഏറ്റുമുട്ടി. ജില്ലാ വാർത്തകൾ ചുരുക്കത്തിൽ. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുന്നി പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ചേളാരി വിഭാഗം വിമത സമസ്തയുടെ അനുയായികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നവംബർ 29 വെള്ളിയാഴ്ച SSF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് റാലിയും പൊതുസമ്മേളനവും നടത്തും. മുതലക്കുളം മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം വൈകിട്ട് 5 മണിക്ക് സമസ്ത കേരള ജമയത്തുൽ ഉലമ ട്രഷറർ സയ്യിദ് അലി ബാഫക്കിയുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കും. സമസ്ത സെക്രട്ടറി കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സ്ത്രീകളുടെ നേരെയുള്ള ആക്രമണങ്ങൾക്കെതിരെയുള്ള അന്തർദേശീയ ദിനാചരണത്തിന്റെ ഭാഗമായി സ്ത്രീ സുരക്ഷാ സമിതി നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. ജില്ലാ സെക്രട്ടറി KP സുബൈദ അധ്യക്ഷം വഹിച്ചു. A ശേഖർ, TJ ഡിക്സൺ, PM ശ്രീകുമാർ, കൃഷ്ണദാസ് കാവല്ലൂർ, ബാലകൃഷ്ണൻ, ഡോക്ടർ M ജ്യോതിരാജ്, ഷീല തോമസ്, KJ ജോസി, ചന്ദ്രിക, സജിത എന്നിവർ നേതൃത്വം നൽകി. ഉള്ളാട്ടിൽ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ശ്രീമദ് അയ്യപ്പ ഭാഗവത പഞ്ചാഹ യജ്ഞം ഡിസംബർ 2 തിങ്കളാഴ്ച മുതൽ ഡിസംബർ 7 ശനിയാഴ്ച വരെ നടത്തും. ആധ്യാത്മിക ആചാര്യൻ AKB നായരാണ് യജ്ഞാചാര്യൻ. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക് യജ്ഞാചാര്യനെ സ്വീകരിക്കും. ഭീമ ജ്വല്ലേഴ്സ് MD B ഗിരിരാജൻ സപ്താഹയജ്ഞം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ശ്രീ ധർമ്മശാസ്ത്ര മഹാത്മ്യ പ്രഭാഷണവും നടക്കും. ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ നടക്കുന്ന ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ മുന്നോടിയായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാര കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊയിലാണ്ടി CH മുഹമ്മദ് കോയ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന പ്രസിഡന്റ് T നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. KM രാജീവൻ അധ്യക്ഷത വഹിച്ചു. PK ഗോപി, സേതുമാധവൻ, പ്രസന്നൻ, മോഹനൻ, ചന്ദ്രൻ നായർ, CP ഇസ്മായിൽ, PP ബഷീർ എന്നിവർ സംബന്ധിച്ചു. 20ാമത് DC അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്കും സാംസ്കാരികോത്സവത്തിനും നവംബർ 29 തിരിതെളിയും. കോഴിക്കോട് അരയടത്തുപാലം ജംഗ്ഷനിലെ കോൺഫിഡന്റ് ഗ്രൌണ്ടിൽ പ്രശസ്ത സാഹിത്യകാരനും ജ്ഞാനപീഠ ജേതാവുമായ MT വാസുദേവൻ നായർ മേള ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ പ്രശസ്ത പത്രപ്രവർത്തകനും കോളമിസ്റ്റുമായ TJS ജോർജ്, കോഴിക്കോട് MP MK രാഘവൻ, കൽപ്പറ്റ നാരായണൻ, KK ഷാഹിന എന്നിവർ പങ്കെടുക്കും. രാവിലെ 10 മുതൽ രാത്രി 9 മണിവരെയാണ് മേളയുടെ സമയം. ബേപ്പൂർ നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പൊതുയോഗം നടത്തി. യുവശബ്ദം 2013 എന്ന പേരിൽ അരീക്കാട് നടന്ന പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. IYC പ്രസിഡന്റ് സഫ്നാസ് അലി T പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ആദം മുൽസി മുഖ്യാതിഥിയായിരുന്നു. ബിജിത് പിലാക്കോട്ട്, സജേഷ് TN, PP നൌഷീർ, TV ജിതേഷ്, രമ്യ ഹരിദാസ്, TK അബ്ദുൽ ഗഫൂർ, CPM ഉമ്മർകോയ, മുനീർ പള്ളിമേത്തൽ തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംബന്ധിച്ചു. MSS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് മർസൂഖ് വിമൻസ് കോളേജ് അങ്കണത്തിൽ സ്ത്രീദിന വിരുദ്ധ ബോധവൽക്കരണം നടത്തി. ജില്ലാ പ്രസിഡന്റ് VP അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ അഷ്റഫ് കാവിൽ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീദിന സ്ത്രീപക്ഷ പ്രതികരണ ബോധവൽക്കരണ പരിപാടിയിൽ ട്രെയിനർ VC മുഹമ്മദ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. MSS ജില്ലാ സെക്രട്ടറി P സിക്കന്ദർ, പ്രിൻസിപ്പൽ കൃഷ്ണകുമാരി, മറിയം ടീച്ചർ എന്നിവർ സംബന്ധിച്ചു. സ്ത്രീദിന വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ സഞ്ജുന നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഴിമതിക്കാരനായ എളമരം കരീമിനെതിരെ അടിയന്തരമായി CBI അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് BJPയും RMPയും രംഗത്ത്. സംസ്ഥാന സ്കൂൾ ഗെയിംസ് ഇനങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കം. പുതുതലമുറയുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ തുടങ്ങണമെന്ന് MT വാസുദേവൻ നായർ. ജില്ലാ വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.